CPI-യിൽ പിന്തുടർച്ചാവകാശമില്ല എന്ന് മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ പറയുന്നു. കാനം രാജേന്ദ്രൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് വിശ്വത്തെ പാർട്ടി സെക്രട്ടറിയാക്കാനുള്ള തീരുമാനത്തോടാണ് വിയോജിപ്പ് അല്ലെങ്കിൽ പ്രതികരണം. കാനം രാജേന്ദ്രൻ്റെ കത്ത് കണ്ടിട്ടില്ല. ഭരണഘടനാനുസൃതമായി പാർട്ടി പ്രവർത്തിക്കേണ്ടതാണ്. താൽക്കാലിക സെക്രട്ടറിയുടെ അടിയന്തര ആവശ്യമുള്ളതായി തോന്നുന്നില്ലെന്നും ഇസ്മായിൽ പറയുന്നു. ചില സഖാക്കൾ ഇത്ര തിരക്ക് പിടിച്ച് കമ്മിറ്റി കൂടേണ്ടതുണ്ടോ, ഇങ്ങനൊരു താൽക്കാലിക സെക്രട്ടറി എടുക്കേണ്ടതുണ്ടോ എന്ന ആശങ്ക ചില സഖാക്കളവിടെ പുറപ്പെടുവിച്ചു എന്ന് പത്രങ്ങളിലും ചാനലുകളിലും കാണാനിടയായതിനെ തുടർന്നാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇല്ലാതാകുമ്പോൾ അത് തിരഞ്ഞെടുക്കേണ്ട ബാധ്യത സംസ്ഥാന കമ്മിറ്റിക്കാണ്. സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിക്കും. ഉപരി കമ്മിറ്റിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവരൊരു നിർദ്ദേശം അവതരിപ്പിക്കാൻ എണ്ണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു നടപടിക്രമം. അതൊന്നൊന്നില്ലാതെ തിരക്ക് പിടിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് എന്നതായിരിക്കും ഒരുപക്ഷേ സഖാക്കൾ ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ടാവുക. ചില സഖാക്കളുടെ ആശങ്ക പങ്കുവെക്കുകയാണെന്ന് പറഞ്ഞ കെ ഇസ്മയിൽ സംസ്ഥാന കൗൺസിലിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു പേര് ഉയർന്നു വന്നേക്കാം എന്ന സൂചന നൽകി. ബി ദിലീപ് കുമാർ വിവരങ്ങൾ ചെയ്യുന്നു. ദിലീപ്, കാനം വിട പറഞ്ഞിട്ട് നാട് യാത്രാമണി നൽകിയിട്ട് അധിക നാളായില്ല. എങ്കിൽ കൂടിയും CPI-യുടെ പുതിയ സെക്രട്ടറി ആര് എന്നതിനെക്കുറിച്ച് ചില തർക്കങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്, ചില വിവാദങ്ങൾ കനക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരു ചേരിപ്പോരുണ്ട് എന്ന വ്യക്തമായ സൂചനയല്ലേ കാനത്തിൻ്റെ ഇസ്മയിലിൻ്റെ ആ പരസ്യ പ്രതികരണം? ദിലീപ്. ഹാഷ്മി, CPI-യിൽ വലിയ തർക്കം ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് തന്നെയാണ് മുതിർന്ന നേതാവായ കെ ഇസ്മയിലിൻ്റെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. CPI പിന്തുടരുന്ന ഒരു രീതി ഇതല്ല. CPI-യിൽ പിന്തുടർച്ചാ അവകാശം എന്നുള്ളത് ഇല്ല. നേരത്തെ കാനം രാജേന്ദ്രൻ ചികിത്സയിലിരിക്കെ തനിക്ക് 3 മാസത്തേക്ക് അവധി നൽകണമെന്നും ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് കത്ത് നൽകിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു കത്ത് തങ്ങളാരും കണ്ടിട്ടില്ല എന്നാണ് കെ ഇസ്മയിൽ പറയുന്നത്. സംസ്ഥാന കൗൺസിൽ യോഗമാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ടത്. അതിനു മുമ്പ് തിരക്കിട്ട് ഇത്തരത്തിൽ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കിയതിനോടുള്ള വിയോജിപ്പാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. കാനം രാജേന്ദ്രൻ്റെ സംസ്കാര ദിവസം, അതായത് 10-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അടിയന്തരമായി ദേശീയ ജനറൽ സെക്രട്ടറി D രാജയുടെ അധ്യക്ഷതയിൽ ചേർന്ന് ബിനോയ് വിശ്വത്തിന് താൽക്കാലിക ചുമതല നൽകുന്നതിനുള്ള തീരുമാനമെടുത്തത്. 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗം ചേരാൻ പോവുകയാണ്. സംസ്ഥാന കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണെങ്കിൽ ബിനോയ് വിശ്വം തന്നെ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ കെ ഇസ്മയിൽ സൂചന നൽകിയിരിക്കുന്നത് ആരെങ്കിലും മത്സരരംഗത്ത് വരുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ല എന്നാണ്. ഏതായാലും ഇസ്മയിൽ പക്ഷം മറ്റൊരു ആളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ്. പക്ഷേ അത് എത്രത്തോളം വിജയകരമാകും അല്ലെങ്കിൽ എത്ര പേർ ഇതിന് അനുകൂലമായി നിൽക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും 28-ാം തീയതി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ മത്സരിക്കണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് അന്തിമമായി ഇസ്മയിൽ പക്ഷം എത്തുക. ഏതായാലും കാനം രാജേന്ദ്രൻ നേരത്തെ ചികിത്സയിലിരുന്നപ്പോൾ നൽകിയ കത്തിന് പ്രസക്തിയില്ല. പകരം സംസ്ഥാന കൗൺസിൽ യോഗം ഇക്കാര്യത്തിൽ ഒരു സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ബിനോയ് വിശ്വമാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അത് ആ നിലയിൽ സംസ്ഥാന കൗൺസിൽ യോഗമാണ് തീരുമാനമെടുക്കേണ്ടത്. അതിനു മുമ്പ് തിരക്കിട്ട് ഒരു തീരുമാനം സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്തത് ശരിയായില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കെ ഇസ്മയിൽ വ്യക്തമാക്കുന്നത്. ഹാഷ്മി, ബി ദിലീപ് കുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്തായാലും CPI-യിൽ പുതിയ സെക്രട്ടറി ആര് എന്നത് അത്ര സുഗമമായി ബിനോയ് വിശ്വത്തിന് ആ പദവിയിലേക്ക് വരാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. കാര്യം പുതിയ പേര് വരുമോ എന്ന ചോദ്യത്തിന് പുതിയ പേര് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് കെ ഇസ്മയിൽ പറയുന്നുണ്ടെങ്കിൽ ഇസ്മയിൽ പക്ഷം ഒരു മത്സരത്തിന് അവർ തയ്യാറെടുക്കുകയാണ്. പുതിയ പേര് ആര് എന്ന് ഇപ്പോൾ പ്രകാശ് ബാബുവിനപ്പുറം പുതിയ പേര് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ BS സുനിൽകുമാറിൻ്റെ പേരാകാം, വേണമെങ്കിൽ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ്റെ പേരാകാം. അങ്ങനെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. CPI-ക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. എന്തായാലും അത് കുറച്ച് എക്സൈറ്റിങ്ങും ഇൻട്രസ്റ്റിങ്ങും ആകും എന്ന കാര്യത്തിൽ തർക്കം.